ആ പെട്ടകത്തിന് കൊടുക്കേണ്ടുന്നതായ യഥാർത്ഥമായ ബഹുമാനം കൈമാറി. അവിടം കൊണ്ട് എൻ്റെ ജീവിതം മാറി, എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വന്നു. അടുത്ത 90 ദിവസം കൊണ്ട് ഞാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവസാന്നിധ്യത്തിൻ്റെ ആഴത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങളുടെ പുത്തൻ കലവറകൾ തുറക്കപ്പെടുവാൻ നാം എന്താ ചെയ്യേണ്ടുന്നത്? പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ഈ 2 വ്യക്തിത്വങ്ങളെ വേഗത്തിൽ പറഞ്ഞ് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ദാവീദ് ഒന്ന് മനസ്സിലാകുന്നു, ദൈവസാന്നിധ്യം ഇറങ്ങി നിന്ന പെട്ടകം ഇപ്പോൾ തൻ്റെ രാജ്യത്തിൽ, തൻ്റെ പട്ടണത്തിൽ ഇല്ല. അതിൻ്റേതായ വലിയ കുറവ് തൻ്റെ രാജ്യത്തിനകത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ താൻ കുന്നിന്മേലുള്ള അബീനാദാവിൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുകയും അവിടെ നിന്ന് പെട്ടകം കൊണ്ടുവരുന്ന ഒരു കാഴ്ച സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ പെട്ടകം അബീനാദാവിൻ്റെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. എന്നാൽ ആ 20 വർഷമായിട്ടും ആ കുടുംബത്തിനകത്തിൽ ഒരു ചെറിയ മാറ്റം പോലും സംഭവിച്ചില്ല. 20 വർഷങ്ങൾക്ക് ശേഷം ആ പെട്ടകം ആ ഭവനത്തിൽ നിന്ന് എടുത്ത് വലിയ ഘോഷയാത്രയോടുകൂടി ആരാധനയോടെ പ്രാർത്ഥനയോടെ പുതിയ കാളവണ്ടിക്കകത്ത് കയറ്റി മുമ്പോട്ട് ദാവീദിൻ്റെ പട്ടണത്തിനകത്തിലേക്ക് കൊണ്ടുവരുന്ന ആ സമയത്ത് നാഖോൻ്റെ കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടു. കഴിഞ്ഞ 20 വർഷമായി ഏത് വീട്ടിലാണോ പെട്ടകമിരുന്നത് ആ വീട്ടിലെ തലമുറ ആ പെട്ടകം താഴെ വീഴാതിരിക്കുവാൻ വേണ്ടി പെട്ടകത്തെ കയറിപ്പിടിക്കുന്നു. ദൈവകോപം അവിടെ ജ്വലിച്ച് ഉസ എന്ന് പറയുന്ന വ്യക്തിത്വം അവിടെ ഛേദിക്കപ്പെടുന്നു. പ്രിയരെ, ഇത് കണ്ട് ദാവീദിന് വല്ലാത്ത വ്യസനമായി. ദാവീദ് ചുറ്റും നോക്കിയപ്പോൾ അവിടെ സാധുവാകുന്ന ഗിത്യനാകുന്ന ഒബേദോദോമിൻ്റെ വീട്ടിലേക്ക് ഈ പെട്ടകം കയറ്റിവെച്ചു. അടുത്ത 3 മാസം, ആ 3 മാസം കൊണ്ട് പെട്ടക നിമിത്തം ഒബേദോദോം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നൊരു ചരിത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവ പൈതലേ, ഒരേ പെട്ടകം 2 ഭവനത്തിലിരുന്നപ്പോൾ വ്യത്യസ്തമായ 2 അനുഭവങ്ങളാണ് ഉണ്ടായത്. 2 വ്യക്തിത്വങ്ങളോടും നിങ്ങളുടെ അനുഭവം പറയാൻ പറഞ്ഞാൽ അവരെന്തു പറയും? 20 വർഷം പെട്ടകം ഇരുന്ന ഭവനക്കാർ വിളിച്ചു പറയും, ഈ പെട്ടകം കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവുമില്ല. ഈ പെട്ടകം ഇറങ്ങിപ്പോയ അന്ന് എൻ്റെ ഭവനത്തിനകത്തിൽ മരണം കയറി, എൻ്റെ ഭവനത്തിനകത്തിലെ തലമുറ ഛേദിക്കപ്പെട്ടു. എന്നാൽ സാധുവാകുന്ന മനുഷ്യനോട് ചോദ്യം, അവൻ പറയും, മാനിക്കുകയാണെങ്കിൽ ഈ പെട്ടകത്തെ മാനിക്കണം. വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നത് ഈ ഒരൊറ്റ പെട്ടകമാണ്. ഞാൻ പലത് ചെയ്തു, ഞാൻ പലത് പ്രവർത്തിച്ചു, ഒന്നും നടന്നില്ല. പക്ഷേ ഒരു ദിവസം, ഒരു വേള, എൻ്റെ നിർബന്ധത്തിനല്ല, എൻ്റെ ആഗ്രഹത്തിനല്ല, ദാവീദ് രാജാവ് നിർബന്ധിച്ച് എൻ്റെ ഭവനത്തിനകത്തിൽ പെട്ടകം കൊണ്ടുവച്ചു. പക്ഷേ ഇസ്രയേലിൻ്റെ പെട്ടകത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ ഞാൻ ആ പെട്ടകത്തിന് ആരാധന കൈമാറി. ആ പെട്ടകത്തിന് കൊടുക്കേണ്ടുന്നതായ യഥാർത്ഥമായ ബഹുമാനം കൈമാറി. അവിടം കൊണ്ട് എൻ്റെ ജീവിതം മാറി, എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വന്നു. അടുത്ത 90 ദിവസം കൊണ്ട് ഞാൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊരു സാക്ഷ്യം ഗിത്യനാകുന്ന ഒബേദോദോമിന് നമ്മോട് പറഞ്ഞു തരാനുണ്ട്. പ്രിയരെ, അങ്ങനെയെങ്കിൽ 20 വർഷമായിട്ട് ഒരു ചലനവും ആ ഭവനത്തിനകത്തിൽ ഉണ്ടായില്ല. എന്തുകൊണ്ട്? കൊടുക്കേണ്ടുന്ന മാന്യത, കൊടുക്കേണ്ട നിലവാരത്തിൽ കൊടുത്തില്ല. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. പ്രിയരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസാന്നിധ്യത്തെ യഥാർത്ഥമായി മനസ്സിലാക്കാം. പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാം. ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് നാം കടന്നു പോകുന്നു എങ്കിൽ ദൈവസാന്നിധ്യത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് തന്നെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ തയ്യാറാകാം. അപ്പോൾ ഓരോ ആരാധനയും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ചരിത്രമായി മാറുവാനിടയാകും. യേശു കർത്താവ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. 2 വ്യക്തിത്വങ്ങൾ ആരാധനയ്ക്കായി ആലയത്തിനകത്തിൽ കയറി വന്നു. ഒരു വ്യക്തി ചുങ്കക്കാരൻ, അടുത്ത വ്യക്തി പാപിയായ ഒരു മനുഷ്യൻ. ചുങ്കക്കാരൻ പള്ളിക്കകത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ വീമ്പ് പറഞ്ഞുകൊണ്ട് താൻ എന്തൊക്കെയോ പുലമ്പി, തന്നോട് തന്നെ നികളവാക്കുകൾ സംസാരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എന്തൊക്കെയോ പറഞ്ഞു. എന്നാൽ പാപിയാകുന്ന മനുഷ്യനോ, അവൻ ആ ദേവാലയത്തിലേക്ക് നേരെ മുഖം ഉയർത്തിയൊന്ന് നോക്കുവാൻ പോലും കഴിയാതെ പാപിയായ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള ഒരു യഥാർത്ഥമായ പ്രാർത്ഥന അവിടെ വെളിപ്പെടുത്തി അവൻ നീതീകരിക്കപ്പെട്ട് വിടുവിക്കപ്പെട്ട് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് കടന്നുപോയി. എന്നാൽ ആ ചുങ്കക്കാരൻ തൻ്റെ നികള സ്വഭാവത്തിനകത്തിൽ അതേപോലെ തന്നെ താൻ മടങ്ങിപ്പോയി.
താൻ എങ്ങനെ എന്തിൽ ആശ്രയിച്ചുവോ ആ ആശ്രയത്തിൽ തന്നെ താൻ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവപൈതലേ, ദൈവ സാന്നിധ്യത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ കരത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് യാത്ര ചെയ്യുവാനും നാം ഈ ദിവസങ്ങളിൽ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായും നമ്മുടെ ചരിത്രം മാറ്റുവാൻ ആ നല്ല കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയാകും. ഓർക്കുക, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ഭവനത്തിനകത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ ചരിത്രം മാറ്റിയ അതേ നല്ല കർത്താവ് പുതിയ നിയമത്തിൽ ആരാധന കഴിച്ചുകൊണ്ടിരുന്ന സക്കര്യാവിൻ്റെ അരികിൽ ഇറങ്ങി വന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്ന് പറഞ്ഞ് അവൻ്റെ ചരിത്രത്തെ മാറ്റിയ നല്ല കർത്താവ് മറിയ ആയിരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് ദൂത് പറഞ്ഞ് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ആലോചന പറഞ്ഞുകൊടുത്ത അതേ നല്ല കർത്താവ് പത്രോസിനോടും പൗലോസിനോടും വ്യക്തിപരമായി സംസാരിച്ച അതേ നല്ല കർത്താവ് പ്രിയരെ ഇന്ന് നിന്നോടും നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുവാൻ തയ്യാറാണ്. കർത്താവിൻ്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകം പറയുന്നു, ഇതാ ആ നല്ല കർത്താവ് വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ വാക്ക് കേട്ട് ആ ശബ്ദം കേട്ട് വാതിൽ തുറക്കാൻ തയ്യാറായാൽ നിശ്ചയമായും അവിടെ മുതലാണ് നമ്മുടെ ചരിത്രം മാറുന്നത്. ക്രൂശിൽ ആ കിടക്കുന്ന കള്ളന് അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത് വളരെ താമസിച്ചാണ്. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിക്കുന്ന സമയമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അപ്പോൾ എന്നെയും കൂടെ ഓർക്കണേ. കർത്താവ് അവിടെ വച്ച് അവനെ വിടുവിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി അവന് പറുദീസയുടെ വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ പ്രിയ ദൈവപൈതലേ, ഈ കേൾക്കുന്ന നിമിഷം നീ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നിത്യതയുടെ വാതിൽ നിൻ്റെ മുമ്പിലും തുറക്കപ്പെടുകയാണ്. കർത്താവിനാൽ ഈ വചനങ്ങളാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ ആഗ്രഹം നീ ഒരു അനുഗ്രഹം ആകണമെന്ന് തന്നെയാണ്. അതാണ് ഈ വചനത്തിൽ കൂടെ ഞാനും വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കുക, കർത്താവിനെ അറിയുക. പൗലോസ് പറയുന്നത് പോലെ ആ കർത്താവിൽ സന്തോഷിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വലിയ വിടുതലുകളെ നമുക്ക് സ്വായത്തമാക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.